സെപ്റ്റംബർ 12-ന് തിയേറ്ററുകളിൽ എത്തേണ്ടിയിരുന്ന കാന്തയുടെ റിലീസ് മാറ്റിവെച്ചു. ലോകയുടെ മുന്നേറ്റം തുടരുന്ന സാഹചര്യത്തിലാണ് റിലീസ് മാറ്റിവെച്ചതെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു. 1950 കാലത്തെ മദ്രാസിന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ദുൽഖർ സൽമാൻ നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കാന്ത. നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയായ ദി ഹണ്ട് ഫോർ വീരപ്പൻ സംവിധാനം ചെയ്ത് ഏറെ ശ്രദ്ധ നേടിയ സെൽവമണി സെൽവരാജാണ് ഈ ചിത്രം ഒരുക്കുന്നത്. സെപ്റ്റംബർ 12-ന് കാന്ത തിയേറ്ററുകളിൽ എത്തുമെന്നായിരുന്നു ആദ്യ വിവരം. എന്നാൽ ചിത്രത്തിന്റെ റിലീസ് മാറ്റിയെന്ന വിവരമാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ പുറത്തുവിടുന്നത്. ലോകയുടെ മികച്ച വിജയത്തോടെ ബോക്സ് ഓഫീസിൽ ചന്ദ്രയുടെ കുതിച്ചുചാട്ടം തുടരുമെന്ന് തങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും അതിനാൽ കാന്തയുടെ റിലീസ് മാറ്റിവെച്ചുവെന്നും ദുൽഖർ സൽമാൻ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു. പുതിയ തീയതിയുടൻ പ്രഖ്യാപിക്കുമെന്നും അതുവരെ ഞങ്ങളോടൊപ്പം നിന്നതിന് ഒരിക്കൽ കൂടി നന്ദിയെന്നും പോസ്റ്റിലുണ്ട്. തമിഴിലൊരുക്കിയ കാന്ത മലയാളം, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലും റിലീസ് ചെയ്യുമെന്നാണ് വിവരം. ഒരു ഹൊറർ സിനിമയുടെ ചിത്രീകരണത്തിനായി ഒരുങ്ങുന്ന ഒരു സിനിമാ സംഘത്തെ കാണിച്ചുകൊണ്ടാണ് ടീസർ ആരംഭിക്കുന്നത്. രണ്ട് പ്രമുഖ കലാകാരന്മാർക്കിടയിലെ ഈഗോയും മറ്റുമാണ് ചിത്രത്തിന്റെ കഥയെന്നാണ് സൂചന. തമിഴ് സിനിമയുടെ സുവർണ്ണ കാലഘട്ടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നതെന്ന് ടീസറിൽ നിന്ന് വ്യക്തമാണ്. ആരാധകർക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ചിത്രത്തിൽ ചന്ദ്രൻ എന്ന കഥാപാത്രത്തെയാണ് ദുൽഖർ അവതരിപ്പിക്കുന്നത്. സമുദ്രകനി, ഭാഗ്യശ്രീ ഭോർസെ, റാണ ദഗുപതി തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ദുൽഖറിന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള വേഫർ ഫിലിംസ്, തെലുങ്കു താരം റാണ ദഗുപട്ടിയുടെ സ്പിരിറ്റ് മീഡിയ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ജാനുചന്ദ്ര സംഗീതം നൽകുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് ലെവ്ലിൻ ആന്റണി ഗോൺസാൽവസ് ആണ്. അതേസമയം മലയാള സിനിമയിലെ ആദ്യത്തെ വനിതാ സൂപ്പർ ഹീറോ ചിത്രമായ ലോക ചാപ്റ്റർ 1 ചന്ദ്ര ഗംഭീര വിജയം നേടി മുന്നേറുകയാണ്. റിലീസായി 14 ദിവസം കൊണ്ട് ചിത്രം 200 കോടി കടന്നു. ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത കല്യാണി പ്രിയദർശൻ ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. കല്യാണി പ്രിയദർശൻ, നസ്ലൻ എന്നിവരെ കൂടാതെ സാൻഡി മാസ്റ്റർ, ചന്തു സലിം കുമാർ, അരുൺ കുര്യൻ, ശരത് സഭ, നിഷാന്ത് സാഗർ, വിജയരാഘവൻ എന്നിവരും ലോകയിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ദുൽഖർ സൽമാൻ, ടൊവിനോ തോമസ് തുടങ്ങിയ നിരവധി താരങ്ങൾ ചിത്രത്തിൽ അതിഥി വേഷത്തിലും എത്തുന്നുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.